വയനാട്ടിലെ പൂക്കാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥനുണ്ടായ അനുഭവം ഒറ്റപ്പെട്ടതല്ലല്ലോ. ഒരുപാട് കലാലയങ്ങളിലുണ്ടായി. ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയുമായി സഹകരിക്കുന്നില്ലെങ്കിൽ മൃഗീയമായി മർദ്ദിച്ച് കൊല്ലാം കേരളത്തിൽ പല കലാലയങ്ങളിലും നടന്നു. അതിൻ്റെ ഫലമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖല അതിൻ്റെ വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പണ്ട് കാലത്ത് അവർ എന്തിനൊക്കെ വേണ്ടി പൊരുതിയിരുന്നുവോ, എതിരെ പൊരുതിയിരുന്നുവോ, അതൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും തമാശയുണ്ടാകുന്ന ഒരു കാര്യം നടന്നത്, പരിയാരത്ത് സഹകരണ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ എം വി രാഘവൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വഴിയിൽ തടയുകയും കൊല ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴുണ്ടായ കുഴപ്പത്തിൻ്റെ പേരിൽ വെടിവെപ്പുണ്ടായി. 5 DYFI പ്രവർത്തകർ മരണപ്പെട്ടു. ഒരു സ്വാശ്രയ കോളേജ് സഹകരണ മേഖലയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് അന്ന് ആ കലാപമുണ്ടായതും വിലപ്പെട്ട 5 ജീവൻ ആരുടേതായിരുന്നാലും നഷ്ടപ്പെടാനിടയായത്. ഇന്നെന്താ സ്ഥിതി? ഇന്ന് ആ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ഈ സഹകരണ മേഖല സ്വാശ്രയ മേഖലയാക്കി മാറ്റി തകർക്കാൻ ശ്രമിച്ച എം വി രാഘവൻ്റെ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. രാവിലെ അത് ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ആ എം വി രാഘവനെതിരെ നടന്ന സംഘർഷത്തിൽ പോലീസ് വെടിവെപ്പിൽ കൊല ചെയ്യപ്പെട്ട സഖാക്കളുടെ അനുസ്മരണ സമ്മേളനത്തിൽ ഉച്ചയ്ക്ക് ശേഷം പങ്കെടുക്കും. അത് കഴിഞ്ഞ് 7 മണിയായാൽ അന്ന് വെടിവെപ്പിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ DGP ആയുള്ള അദ്ദേഹത്തിന് വീരചക്രം കൊടുക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. അങ്ങനെ ഇതുപോലെ വൈരുദ്ധ്യങ്ങൾ, അതാണ് ഇപ്പോൾ ഈ ഭരണമുന്നണിയെ നയിക്കുന്നത്. മറ്റൊരു മേഖല ആരോഗ്യം. എന്താ ഇപ്പോൾ ആരോഗ്യത്തിൻ്റെ സ്ഥിതി? ആരോഗ്യ മേഖല കേരളം ലോക പ്രശസ്തമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം എന്താ സ്ഥിതി? രോഗമില്ലാത്തവർ, രോഗിക്ക് കൂട്ടിരിക്കാൻ ആശുപത്രിയിൽ പോകുന്നവർ മരിക്കുകയാണ്. ആശുപത്രി കെട്ടിടം പൊളിഞ്ഞു വീണിട്ട് കോട്ടയത്ത് മരിച്ചൽ. വലത് കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന സ്ത്രീയുടെ ഇടത് കണ്ണാണ് എടുത്തു മാറ്റുന്നത്. കാലിന് മുള്ളുകൊണ്ട ഒരു കുട്ടി ചെന്നപ്പോൾ ഇടത് കൈ മുറിച്ച് മാറ്റുക. ഇത്രയും കാര്യക്ഷമതയില്ലാത്തൊരു ആരോഗ്യ സംവിധാനം കേരളം എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലുമൊക്കെ മരുന്നില്ല. എന്താ കാരണം? മരുന്ന് സപ്ലൈ ചെയ്ത മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കോടികളാണ് ഡ്യൂ ഉള്ളത്. കൊടുത്തിട്ടില്ല. 1000-ലേറെ കോടി രൂപ കൊടുക്കാനുണ്ട് എന്നാണ് കണക്ക്. അതുകൊണ്ട് ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ അടക്കമുള്ള മരുന്ന് സപ്ലൈ ചെയ്യുന്ന മരുന്ന് കമ്പനികൾ സപ്ലൈ നിർത്തി. അതുകൊണ്ട് ഗവൺമെൻറ് ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും മരുന്നില്ല. രോഗികൾ മെഡിക്കൽ കോളേജിൽ പോയാൽ ഷീറ്റുമായി പുറത്തു വരണം മരുന്ന് വാങ്ങാൻ. ഓപ്പറേഷൻ അനുബന്ധ സാധനങ്ങൾ കിട്ടാനില്ല. നെഞ്ചുവേദനയുമായി മെഡിക്കൽ കോളേജിൽ ചെന്ന ഒരു രോഗിക്ക് അടിയന്തരമായി ആൻജിയോപ്ലാസ്റ്റി നടത്തി സ്റ്റഡ് ഇടണമെങ്കിൽ സ്റ്റഡില്ല. നെഞ്ചുവേദനയുമായി ചെന്ന രോഗിയോട് പറയണം 6 മാസം കഴിഞ്ഞിട്ട് വരാൻ. അയാൾ ശ്മശാനത്തു നിന്ന് തിരിച്ചു വരേണ്ടി വരില്ലേ 6 മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ? അങ്ങനെ ശ്മശാനത്തിൽ പോയ ആരെങ്കിലും തിരിച്ചു വന്നായി ഇതുവരെ ലോകത്തൊരു തെളിവ് കിട്ടിയിട്ടില്ല. സ്റ്റഡ് വാങ്ങിയ പൈസ കൊടുത്തിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം 36 കോടി രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത്തരം സാധാരണ ജനങ്ങളെ, പാവപ്പെട്ടവരെ ബാധിക്കുന്ന മുഴുവൻ മേഖലകളിലും ഫണ്ട് കൊടുക്കാതെ, ഫണ്ട് പിടിച്ചു വെച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് പരമാവധി പ്രയാസപ്പെടുത്തുക. എന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ ആഡംബരത്തിനും ധൂർത്തിനും ഇഷ്ടം പോലെ പണം ചെലവഴിക്കുക. മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വെക്കാൻ 15 കോടി രൂപയാണ് അനുവദിച്ചു കൊടുത്തത്.
സ്റ്റഡ് വാങ്ങിയ 36 കോടി രൂപ കൊടുക്കാനില്ലാത്തിടത്താണ്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉച്ചക്കഞ്ഞി വാങ്ങിക്കൊടുത്ത വകയിൽ ഹെഡ് മാസ്റ്റർമാർക്ക് മാസങ്ങളായി വർഷങ്ങളായി പണം കൊടുക്കാൻ ബാക്കിയിരിക്കുമ്പോഴാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ധിക്കാരവും ധൂർത്തും നവകേരള യാത്രയും ബസ്സിൻ്റെ ചെലവും, ബസ് നവകേരള യാത്രയ്ക്ക് കോടി ഉപയോഗിച്ച് ബസ് വാങ്ങിയത് എന്തിനാ? 20 മന്ത്രിമാർ 20 കാറിൽ യാത്ര ചെയ്താൽ ചിലവ് കൂടും, അതുകൊണ്ട് ചിലവ് കുറയ്ക്കാൻ എല്ലാവരും ഒരു ബസ്സിൽ. ഓക്കെ, അങ്ങനെ 1.5 കോടി രൂപയുടെ ബസ് വാങ്ങി 20 മന്ത്രിമാർ ഒരു ബസ് കയറി. ആ ബസ് പുറപ്പെട്ടു. മന്ത്രിമാരുടെ 20 കാറുകളും അവരുടെ പൈലറ്റും അവരുടെ എസ്കോട്ടും ഒക്കെ ആ ബസ്സിൻ്റെ പിറകിൽ. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ്? അപ്പോൾ കേരള ജനത കൃത്യമായി ഈ ഇടതുപക്ഷ മുന്നണിയെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് ഇടതുപക്ഷമല്ല, ജനവിരുദ്ധ പക്ഷമാണ് എന്ന് ജനങ്ങൾ വിധി എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2001 ശേഷം നടന്ന എല്ലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ മുന്നണി ദയനീയമായി പരാജയപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ്. UDFൻ്റെ ഭൂരിപക്ഷം കണ്ടമാനം വർദ്ധിച്ചത് അതുകൊണ്ട് ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് പ്രയാസരഹിതമാണ്. ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് വോട്ടർമാർക്ക് നന്നായി അറിയാം. വലിയ വിജയം ഞങ്ങൾ നേടും. മറുപക്ഷത്തുള്ളത് പിന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. അതിനെക്കുറിച്ച് കൂടുതലായൊന്നും പറയേണ്ടെന്ന് ആവശ്യമില്ല. ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ തനിമ, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അതില്ലാതാക്കാൻ ശ്രമിക്കുക. ജനാധിപത്യവും മതനിരപേക്ഷതയും വിശ്വാസ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ ഇല്ലാതാക്കാൻ കിണഞ്ഞ് ശ്രമിക്കുകയും അതിനനുസൃതമായി ഭരണഘടനാ വിരുദ്ധ നിയമങ്ങൾ നിർമ്മാണം വരെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ് കേന്ദ്രത്തിലുണ്ട്. ഒരു വോട്ട് ചെയ്യുമ്പോൾ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് ചെയ്യുമ്പോൾ ഈ 2 ശത്രുക്കളെയും പരാജയപ്പെടുത്താനുള്ളൊരു സുവർണാവസരം കേരള ജനതയ്ക്ക് ലഭിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മഹനീയമായ വശം. അത് നിർവഹിക്കാൻ കേരളത്തിലെ ഉത്ബുദ്ധരായ വോട്ടർമാർ തയ്യാറായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് മറ്റൊരു കാലത്തുമില്ലാത്തത്ര കെട്ടുറപ്പിലും ഐക്യത്തിലും UDF മുന്നോട്ട് പോകുന്നത്. നല്ല വിജയപ്രതീക്ഷ UDFനുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തും.